ചില സമയത്ത് നമ്മൾ ലൈഫിൽ എടുക്കുന്ന ചില ഡിസിഷൻസ് ഉണ്ടല്ലോ, നമുക്ക് തോന്നും നമ്മൾ സ്വന്തമായിട്ട് എടുത്ത തീരുമാനമാണത്, നമ്മൾ സ്വന്തം അഭിപ്രായം മാത്രമേ അതിലുള്ളൂ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമ്മൾ പിന്നിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറൊരാളുടെ ഒപ്പീനിയൻ വഴി ആയിരിക്കും നമ്മളത് തീരുമാനം എടുത്തത്. അപ്പോൾ ആ ഒരു സംഭവത്തിനാണ് നമ്മൾ മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. അതായത് സംവൺ ഈസ് കൺട്രോളിങ് യു. നമുക്കത് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവില്ല. അയാൾ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ആൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മളത് എടുത്തത്, അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ അതിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ പിന്നെ ആലോചിക്കുമ്പോഴായിരിക്കും. പക്ഷെ പലർക്കും അത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഈ മാനിപ്പുലേഷൻ ടെക്നിക്സ്, അല്ലെങ്കിൽ ഇത് തിരിച്ചറിയാൻ പറ്റണ കുറച്ച് സയൻസ്, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യണത്. ആദ്യത്തെ ഒരു സൈനാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദേ മേക്ക് യു ഡൗട്ട് യുവർ സെൽഫ്. നമ്മുടെ റിയാലിറ്റീനെ തന്നെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുകയാണ് ഇവർ ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നീ ഇത് ചെയ്ത് ശരിയല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ നീ വെറുതെ ഓവർ റിയാക്ട് ചെയ്ത് പ്രോബ്ലം ഉണ്ടാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെക്കൊണ്ട് ഇങ്ങനത്തെ ഉള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ശരിയാണല്ലേ, നമ്മൾ ചെയ്താണല്ലേ തെറ്റ്, അല്ലെങ്കിൽ നമ്മളത് ചിന്തിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ തോന്നും. അതായത് നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒപ്പീനിയനോ ഈവൻ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിനോ വരെ നമ്മളെ കൊണ്ട് ഡൗട്ട് എടുപ്പിക്കുക. അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പാണെന്ന് വിചാരിക്കാം. ഒരു പാർട്ട്ണർ ലേറ്റ് നൈറ്റിൽ വേറൊരാൾക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ ആ സമയത്ത് എന്തിനാ ഈ സമയത്ത് മെസ്സേജ് അയക്കണേ എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ചെയ്യിക്കേണ്ടി വന്നാൽ പാർട്ട്ണർ പറയാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓഫീസ് കാര്യങ്ങൾ സംസാരിച്ചാണെന്ന് പറയാണ്. എന്നിട്ട് കൂടെ തന്നെ പറയാം, നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാണ്ട് ഇൻസെക്യൂർ ആവണേ, നിനക്കെന്തോ പ്രശ്നമുണ്ട്, നീയാണ് ആവശ്യമില്ലാതെ ചിന്തിക്കണേ എന്നുള്ള ഇതിൽ പാർട്ട്ണർ തിരിച്ച് പറയാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓപ്പോസിറ്റുള്ള ആൾക്ക് തോന്നും, ശരിയാണല്ലേ, ഇത് ശരിക്കും ഒരു ചെറിയ ഓഫീസ് വർക്ക് ആയിരുന്നല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഡൗട്ട് അടിച്ചെന്നുള്ളത് ആൾക്ക് തന്നെ തോന്നും. ഇപ്പോൾ സപ്പോസ് ഒരു വർക്ക് പ്ലേസിലെ ഗ്യാസ് ലൈറ്റിങ്ങിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു, നമ്മൾ ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളോട് ചോദിച്ചു, പക്ഷേ പിന്നീട് ഒരു അവസരത്തിൽ അയാൾ അത് പറയാണ്, അത് ഫുള്ളായിട്ട് നിരസിക്കുകയാണ്. അതായത് നീ അങ്ങനെ ചോദിച്ചിട്ടേ ഇല്ല, ചോദിക്കാണ്ടാണ് അത് ചെയ്തത് എന്നുള്ള രീതിയിൽ അത് നമ്മൾ പറയും. അപ്പോൾ നമുക്ക് തന്നെ ഡൗട്ട് അടിക്കും, ഇല്ല നമ്മൾ ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ നമ്മളെ ചോദിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ആ രീതിയിലായിരിക്കില്ല ചോദിച്ചത്, അവർക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഇല്ലേ, ഇവിടെയാണ് നമ്മൾ മാനിപ്പുലേറ്റഡ് ആയിട്ട് പോണത്. അപ്പോൾ ഇതാണ് ഒരു ഫസ്റ്റ് സൈൻ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഗ്യാസ് ലൈറ്റിംഗ്. ആരെങ്കിലും നമ്മുടെ ജഡ്ജ്മെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയനെ ഡൗട്ട് എടുപ്പിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നതാണ് പാസീവ് അഗ്രഷൻ ഓർ സൈലൻസ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ നേരെ പറയില്ല, എന്നിട്ട് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചതെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവില്ല, എന്തുകൊണ്ടാണ് വിഷമിച്ചിരിക്കണമെന്ന് പോലും മനസ്സിലാവില്ല, ദേഷ്യം കാണിക്കണമെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ പാസീവ് അഗ്രഷൻ എന്നൊക്കെ പറയാം. അതായത് ദേ കൺട്രോൾ വിത്ത് ആങ്കർ ഓർ സൈലൻസ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം തീരുന്ന വരെ, ഈവൻ നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ കൂടി നമ്മൾ പോയി സോൾവ് ചെയ്യാൻ നോക്കും, കോംപ്രമൈസ് ചെയ്യാൻ നോക്കും. അങ്ങനത്തെ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പാർട്ട്ണറുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഫ്രണ്ട്സിനോട് പാർട്ടിക്ക് പോട്ടേന്ന് ചോദിക്കുകയാണ്, അപ്പോൾ നമ്മുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ആ ദേഷ്യം കാണിക്കുക, മിണ്ടാണ്ടിരിക്കുക, അല്ലെങ്കിൽ തുറന്ന് ചോദിക്കാതിരിക്കുക, പിന്നെ ഇഷ്ടപ്പെടാണ്ടാണ് പോയെന്നുള്ള ദേഷ്യം നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ വർക്ക് പ്ലേസിലൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മളടുത്തൊരു കൊളീഗ് നമ്മളടുത്തൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ അവർ ഇൻറ്റൻഷനലി അത് മറക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ഡിലേ ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഓൾറെഡി മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ടൈം ആകുമ്പോൾ നമ്മുടെ അടുത്ത് പറയും, എനിക്കറിയില്ലായിരുന്നു, ഇത് പെട്ടെന്ന് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു, അല്ലെങ്കിൽ നീ എന്നെ ഓർമ്മിപ്പിക്കേണ്ടതായിരുന്നു, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതവർ ഇൻറ്റൻഷനലി ചെയ്തതാണ്. അപ്പം അങ്ങനെ ഒരു ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഇല്ലേ, അതിനാണ് ഇപ്പോൾ പാസീവ് അഗ്രഷൻ എന്ന് പറയാം. ഈ മാനിപ്പുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് ദേ വിൽ ഐസൊലേറ്റ് യു ഫ്രം അതേഴ്സ്. അതായത് നമ്മളെ ഫാമിലി മെമ്പേഴ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മളെ അടുത്തുള്ള ആൾക്കാർ, അവരിൽ നിന്നൊക്കെ നമ്മളെ ഒന്ന് അകറ്റും. അവർ ചെറിയതായ രീതിയിലെങ്കിലും അവർ അകറ്റും. അപ്പോൾ അവർക്ക് നമ്മളെ അടുത്തുള്ള കൺട്രോൾ ഈസിയാവും. അതായത് ആരാണോ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്, അവർക്ക് നമ്മളടുത്ത് ഈസി ആയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞ കാര്യം മാത്രം നമ്മൾ അനുസരിക്കും. അപ്പോൾ ഇത് അവരെങ്ങനെയാണ് നേടിയെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അപ്പോൾ അവരൊക്കെ നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട്, ഇപ്പോൾ നീ എന്നെക്കാട്ടിയും കൂടുതൽ ആ ആളെ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിനക്ക് എന്നെക്കാട്ടിയും കൂടുതൽ ആളെയാണോ ഇഷ്ടം, അല്ലെങ്കിൽ ആൾക്ക് നിന്നോട് അസൂയാണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ അവരോടൊരു ദേഷ്യം തോന്നില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അവരിൽ നിന്ന് ഇങ്ങനെ അകറ്റിക്കൊണ്ടിരിക്കുന്നത്. വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫ്രണ്ടിനെ പറ്റി പറയുമ്പോൾ പറയും, അവൾ നിൻ്റെ ട്രൂ ഫ്രണ്ട് അല്ല, അവൾക്ക് നിന്നെ ആവശ്യമുള്ളപ്പോൾ മാത്രമേ നിൻ്റെ അടുത്തേക്ക് വരുള്ളൂ, ഞാൻ പക്ഷെ നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്, നിനക്ക് എന്ത് സഹായത്തിന് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കും അവരുടെ അടുത്ത് ഡിപ്പെൻഡ് ചെയ്യാൻ തോന്നും. അപ്പോൾ നമ്മൾ ഫുൾ ടൈം അവരെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറി മാറി മാറി
ഒരാളുടെ അടുത്ത് മാത്രം ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് നമ്മൾ ആക്കിയെടുക്കും. അതിനെയാണ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു സൈനാണ് ഈ ഹിപ്പോക്രാറ്റിക്കൽ ബിഹേവിയർ എന്ന് പറയുന്നത്. അതായത് അവർ പറയുന്ന ഒന്നായിരിക്കും, പക്ഷെ അവർ ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും. ഇപ്പോൾ ഒരാൾ നമ്മളെ ഒരു കാര്യത്തിന് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുക, ഫുൾ ടൈം നമ്മളെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, നീ അത് ചെയ്ത് തെറ്റായിപ്പോയി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സെയിം കാര്യം തന്നെ ചിലപ്പോൾ അയാൾ കുറച്ച് കഴിയുമ്പോൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ബിഹേവിയർ ഇല്ലേ, അതിനാണ് ഹിപ്പോക്രാറ്റിക് ബിഹേവിയർ എന്ന് പറയാം. അപ്പോൾ അയാൾ പറയുന്ന ഒന്നായിരിക്കും, പക്ഷേ ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് പറയാണ്, നീ എനിക്ക് ചാറ്റ് മൊത്തം കാണിച്ചു തരണം, അല്ലെങ്കിൽ നീ എന്നോട് ഓപ്പൺ ആവണം എന്ന് പറയാണ്. പക്ഷേ ഈ ആൾ തന്നെ ചിലപ്പോൾ വേറെ ഒന്നായിരിക്കും ചെയ്യുന്നത്. മേ ബി നമ്മൾ കാണാതിരിക്കാം, കാണില്ലായിരിക്കാം, പക്ഷേ ആൾ ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും. നമ്മുടെ അടുത്ത് പറയുന്ന ഒന്നായിരിക്കും, പക്ഷേ ഉള്ളിൽ ആൾ ചെയ്യുന്നത് വേറെ ഒന്നായിരിക്കും. അങ്ങനെ കാണിക്കുന്നതിനാണ് ഹിപ്പോക്രാറ്റിക്കൽ ബിഹേവിയർ എന്ന് പറയുക. പിന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, ദേ വിൽ പ്രഷർ യു ടു മേക്ക് ക്വിക്ക് ഡിസിഷൻസ്. നമുക്ക് ചില കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാൻ ഒരു ടൈം തരികയില്ല. നമ്മുടെ അടുത്ത് ഇങ്ങനെ പ്രഷർ തന്നുകൊണ്ടിരിക്കും, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് പ്രഷർ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കധികം ടൈം ഇല്ലാതെ തന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കണ ഒരു ഡിസിഷൻ ആയിരിക്കും അത്. അപ്പോൾ അതിനവർ എങ്ങനെയൊക്കെയാണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് 5 മിനിറ്റ് ഉള്ളൂ, ഈ 5 മിനിറ്റിനുള്ളിൽ നീ ഒരു തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ നിനക്ക് എന്നെ വിശ്വാസമില്ലേ, അപ്പോൾ ഞാൻ പറഞ്ഞ് വിശ്വസിച്ചൂടെ, നീ ഇതിനെ കൂടുതൽ ആലോചിക്കണേ, അങ്ങനെയൊക്കെ പറയും. നിനക്ക് ഈ ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് ഇത്ര സമയമുള്ളൂ, അല്ലെങ്കിൽ ഇത് നിനക്കിപ്പോൾ അവസരം നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ വേറെ ആൾക്ക് കൊടുക്കും, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തീരുമാനിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പറയാം. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും, ഓക്കെ ഇതാണ് എൻ്റെ റൈറ്റ് ഡിസിഷൻ, ഇങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് തോന്നും. അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഇത് ചെയ്തു, നീ മാത്രം അത് ചെയ്യാതിരിക്കണേ, അങ്ങനെ പറയുമ്പോഴും നമ്മുടെ മൈൻഡ് റീതിങ്ക് ചെയ്യാണ്, ഓക്കെ ഞാൻ അത് ചെയ്യേണ്ട കാര്യമാണല്ലോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും മാനിപ്പുലേറ്റേഴ്സ് പറയാം. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നീ എന്നല്ലേ വിശ്വസിക്കേണ്ടേ, നമുക്ക് ഫാമിലി അല്ലേ ഇമ്പോർട്ടൻറ്റ്, അപ്പോൾ നീ ജോബ് ഇപ്പം തന്നെ വിട്ടോ, ഇപ്പം തന്നെ റിസൈൻ കൊടുക്ക്, നമുക്ക് ആലോചിക്കാനുള്ള ടൈം തരില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഇതാണ് ഇമ്പോർട്ടൻറ്റ്, നീ എന്നെയാണ് വിശ്വസിക്കേണ്ടേ, അല്ലെങ്കിൽ നീ ഇപ്പോൾ ഇങ്ങനെയാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കും ആ ഒരു പ്രഷർ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി അവർ പറയണ പോലെ ആ ഡിസിഷൻ എടുക്കും. നമുക്കധികം തിങ്ക് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല. അപ്പോൾ ഇതും മാനിപ്പുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നെക്സ്റ്റ് ഒരു സൈനായിട്ട് നമുക്ക് കാണുന്ന ഒരു കാര്യമാണ് ഈ ഹേർട്ട്ഫുൾ ജോക്സ് എന്ന് പറയുന്നത്. ജോക്കായിട്ടായിരിക്കും അവർ പറയുന്നുണ്ടാവുക, പക്ഷെ നമുക്കത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും, അല്ലെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവും ഉള്ളിൽ. പക്ഷെ അത് തിരിച്ച് പറയാനും പറ്റില്ല, അവരെ ജോക്കായിട്ടാണല്ലോ, ജസ്റ്റ് ജോക്ക് എന്നുള്ള രീതിയിലായിരിക്കും അവർ റിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കും അതൊരു അയ്യോ എനിക്കൊരു ജോക്ക് പോലും എടുക്കാൻ പറ്റില്ലേ എന്നൊക്കെ അവർ ചിന്തിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, അതും ഒരു മാനിപ്പുലേറ്ററിൻ്റെ ഒരു ടെക്നിക്കാണ്. ഇപ്പം നമ്മളടുത്ത് പറയാണ്, നീ ഭയങ്കര ഡയറ്റാണല്ലോ, ഞാൻ കണ്ടു എന്നല്ല, നീ ഒരു പകുതി കേക്ക് കഴിച്ചു, അല്ലെങ്കിൽ ഞാൻ ഇന്ന സാധനം കഴിച്ചു, 2 ബിരിയാണി കഴിച്ചു, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് കഴിച്ചു, പക്ഷെ അത് എല്ലാവരും മുമ്പേ പറഞ്ഞപ്പോൾ നമുക്കൊരു നാണക്കേട് തോന്നി. ആ ഒരു സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് പറയും, നിനക്കൊരു ജോക്ക് എടുക്കാനോ പോലും അറിയില്ലേ, തമാശയ്ക്കല്ലേ ഇത് പറഞ്ഞേ എന്നുള്ളത് പറയും. പക്ഷെ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹേർട്ട് ചെയ്യണ കാര്യമാണ്. ഇപ്പോൾ ഓഫീസിലൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനോ നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് പോകാമെന്നിരിക്കുക. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സീനിയർ മാനേജറോ അല്ലെങ്കിൽ ആരെങ്കിലും പറയാം, ആരാ കല്യാണത്തിന് പോകണത്, കല്യാണത്തിന് ആരോ പോകാൻ വന്നിട്ടുണ്ടല്ലോ ഇടയ്ക്ക്, ആ ഒരു രീതിയിലുള്ള ടോക്കില്ലേ, അത് മേ ബി അവർ തമാശയ്ക്ക് പറഞ്ഞതായിരിക്കാം, പക്ഷെ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. നമ്മളിപ്പോൾ ഈ കൺട്രോൾ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഈ മാനിപ്പുലേഷൻ ചെയ്യുന്നത് ശരിക്കും ആര് വേണമെങ്കിലും ആവാം. അതായത് ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, ഫാമിലി ആവാം, പാർട്ട്നേഴ്സ് ആവാം, ആര് വേണമെങ്കിലും ആവാം. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണോ നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യണം. വൺസ് നമ്മളിങ്ങനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഓപ്പോസിറ്റ് പേഴ്സണിൻ്റെ അടുത്ത് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്കും നമ്മളിങ്ങനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഓരോ കാര്യത്തിന് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ അതിനേ സമയം ഉണ്ടാവുള്ളൂ. അവർ പിന്നെയും ഓരോന്ന് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ പിന്നെയും അത് ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനെ നടക്കുള്ളൂ. അപ്പോൾ അവരത് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു ചാൻസും കാണുന്നില്ല. അപ്പോൾ നമ്മളായിരിക്കണം നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്ത് നമ്മൾ നോന്ന് പറയേണ്ടത്. പിന്നെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ആരുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണ്ട. ഈ ഒരു സിറ്റുവേഷൻ പിന്നെയും കൊണ്ടുവരാൻ വേണ്ട. അതായത് നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും പിന്നെയും പോയി പറയണ്ട. നമ്മൾ തന്നെ വിശ്വസിക്കുക, നമ്മൾ തന്നെ കുറേ ബൗണ്ടറീസ് വെക്കുക, നമ്മുടെ ലിമിറ്റ്സ് വെക്കുക. എന്നിട്ട് നമുക്ക് തന്നെ അത് എന്താ പറയുക ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ നമുക്ക് അത്രയും പ്രിയപ്പെട്ട ആരുടെ അടുത്തെങ്കിലും അത് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സ് ആണോ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറാണോ ആരുടെ അടുത്താണെങ്കിലും അത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അല്ലെങ്കിൽ അവർ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈവൻ അതും കഴിഞ്ഞ് പറ്റിയില്ല, നമ്മൾ ആ ഒരു മാനിപ്പുലേറ്ററിൻ്റെ അടുത്ത് നമ്മൾ പെട്ടുപോയി, ഒരാൾ തന്നെ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൈഫ് ത്രൂ എന്നൊക്കെയാണെങ്കിൽ നമുക്ക് മെഡിക്കൽ സപ്പോർട്ട് വരെ വേണ്ടി വരും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ആദ്യം മാറ്റാൻ പറ്റുമോ നോക്കാം. നമുക്ക് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ സപ്പോർട്ട് തേടണം.
ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ വീക്കാണ്, നമ്മൾ ഒന്നിലും കൊള്ളാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് പറയാൻ പറ്റണം, അല്ലെങ്കിൽ നമ്മളോട് തന്നെ നമുക്ക് തിരിച്ച് പറയാൻ പറ്റണം, നമ്മൾ വീക്കല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരു പരാജയമല്ല. അങ്ങനെ സിറ്റുവേഷനിൽ നമുക്ക് മനസ്സിലാക്കണം, അതായത് യു ആർ നോട്ട് വീക്ക്, യു ആർ മാനിപ്പുലേറ്റഡ് എന്നുള്ള കാര്യം നമ്മളെ മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ തന്നെ ചൂസ് ചെയ്യണം. നമുക്ക് എപ്പോഴാണോ ആ ഒരു അവയർനെസ് നമുക്ക് വരുന്നത്, അപ്പോഴായിരിക്കും മാനിപ്പുലേഷൻ എൻഡ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് കുറേയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.